ഒട്ടുമിക്ക ആളുകൾക്കും കേട്ട് കേൾവിയില്ലാത്ത എന്നാൽ നൂറ്റാണ്ടുകളായി പലരെയും ആകർഷിക്കുകയും അതേസമയം ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതാണ് ഹാനോക്കിന്റെ പുസ്തകം. ലോകാവസാനത്തെയും ന്യായവിധിയെയും കുറിച്ചുള്ള ഈ ശക്തമായ പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. ഈ പ്രവചനത്തിന്റെ തുടക്കം തന്നെ വളരെ പേഴ്സണലാണ്. ഹാനോക്ക് തന്റെ മക്കളെ എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് പറയുകയാണ്, ദൈവവചനം എന്നെ വിളിക്കുന്നു, ആത്മാവെന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നേക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇതൊരു പബ്ലിക് പ്രസംഗമല്ല, മറിച്ച് ഒരു അച്ഛൻ തന്റെ തലമുറയ്ക്ക് കൈമാറുന്ന വളരെ അർജന്റായ, പേടിപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പോ നമ്മൾ ഈ വിശകലനത്തില് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഹാനോക്കിന്റെ ആ അടിയന്തര സന്ദേശം എന്തായിരുന്നു? അദ്ദേഹം പറയുന്ന 2 വഴികളേതൊക്കെയാണ്? പിന്നെ ആഴ്ചകളുടെ പ്രവചനം, പാപികൾക്കുള്ള ശാപങ്ങൾ, ഏറ്റവും അവസാനം ആ ന്യായവിധി ദിനം. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഹാനോക്കിന്റെ അടിയന്തര സന്ദേശം. ഇതൊരച്ഛൻ തന്റെ മക്കൾക്ക് നൽകുന്ന അവസാനത്തെ ഉപദേശമാണ്. ഹാനോക്കിന്റെ സന്ദേശത്തിന്റെ ഗൗരവം തുടങ്ങുന്നത് തന്നെ അത് ആരോടാണ് പറയുന്നതെന്നതിലാണ്. അദ്ദേഹം മകനായ മെഥുശലയോട് പറയുന്നു, പോയി നിന്റെ എല്ലാ സഹോദരന്മാരും വിളിച്ചുകൊണ്ടുവരൂ. ഇതൊരു തുറന്ന പ്രസംഗമല്ല, സ്വന്തം കുടുംബത്തിന് തന്റെ രക്തത്തിന് മാത്രം കൈമാറുന്ന ഒരു രഹസ്യമാണ്, ഒരു വലിയ മുന്നറിയിപ്പാണ്. എന്തുകൊണ്ടാണ് ഹാനോക്കിന് ഇത്രയ്ക്ക് തിടുക്കം? കാരണം അദ്ദേഹം കാണുന്നത് വരാൻ പോകുന്ന ഭയാനകമായൊരു ഭാവിയാണ്. അദ്ദേഹം പറയുന്നു, ഭൂമിയിൽ അക്രമം കൂടും, വലിയൊരു ശിക്ഷ നടപ്പാക്കപ്പെടും, എല്ലാ അനീതിയും അവസാനിക്കും. ഇത് വെറുമൊരു വാർണിംഗ് അല്ല, ഭൂമിയെ മൊത്തത്തിൽ ശുദ്ധീകരിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. അപ്പോ ഈ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ? ഹാനോക്ക് പറയുന്നുണ്ട്, മനുഷ്യന്റെ മുന്നിൽ 2 വഴികളുണ്ട്. ഇതാണ് ഈ പുസ്തകത്തിന്റെ ഖാതൽ, ഓരോ മനുഷ്യനും എടുക്കേണ്ട അടിസ്ഥാനപരമായ ഒരു തിരഞ്ഞെടുപ്പ്. ഒന്നാമത്തെ വഴി നീതിയുടെ പാതയാണ്. ഹാനോക്കിന്റെ ഉപദേശം വളരെ സിമ്പിളാണ്. നേരായ വഴി സ്നേഹിക്കുക, അതിലൂടെ നടക്കുക. ഈ വഴി തെരഞ്ഞെടുക്കുന്നവർക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത് സമാധാനവും അഭിവൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമാണ്. ഇനി രണ്ടാമത്തേത്, അത് നാശത്തിന്റെ വഴിയാണ്, അക്രമത്തിന്റെ വഴി. ഈ വഴിക്ക് പോകരുതെന്ന് അദ്ദേഹം വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം അതിന്റെ അവസാനം ഒന്നേയുള്ളൂ, അനീതിയുടെ പാതയിൽ നടക്കുന്നവരെല്ലാം എന്നേക്കുമായി നശിച്ചുപോകും. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്ലിയറാണല്ലേ? ഒന്നുകിൽ സമാധാനത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് രക്ഷപ്പെടുക, അഭിവൃദ്ധിപ്പെടുക, അല്ലെങ്കിൽ അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് എന്നേക്കുമായി ഇല്ലാതാവുക. ഹാനോക്കിന്റെ ലോകത്തിൽ ഇതിന്റെ ഇടയിൽ വേറൊരു ഓപ്ഷനില്ല. ഈ 2 വഴികളും ലോകചരിത്രത്തിൽ എങ്ങനെയാണ് കടന്നുവന്നതെന്ന് ഹാനോക്ക് ഒരു പ്രവചനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും നിഗൂഢമായ ഭാഗം, ആഴ്ചകളുടെ പ്രവചനം. അപ്പോ ഹാനോക്കിന്റെ കണ്ണിലൂടെ ഭാവി എങ്ങനെയായിരുന്നു? ലോകചരിത്രത്തെ മുഴുവൻ അദ്ദേഹം ആഴ്ചകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. ഇതൊരു പ്രതീകാത്മക ടൈം ലൈനാണെന്ന് ഓർക്കണം. ഓരോ ആഴ്ചയും ഓരോ ചരിത്രഘട്ടമാണ്. നോക്കൂ, 1-ാം ആഴ്ചയില് ഹാനോക്കിന്റെ ജനനത്തോടെ നീതി തുടങ്ങുന്നു. പക്ഷെ 2-ാം ആഴ്ചയില് വലിയ തിന്മ വരുന്നു. ആദ്യത്തെ ന്യായവിധി നടക്കുന്നു. ഒരുപക്ഷെ ഇത് പ്രളയത്തെക്കുറിച്ചാവാം. പിന്നെ 3-ാം ആഴ്ചയില് ഒരു നീതിമാനെ തിരഞ്ഞെടുക്കുന്നു. 6-ാം ആഴ്ചയില് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നു. ഒരു വലിയ അധികാര കേന്ദ്രം കത്തിനശിക്കുന്നു. 7-ാം ആഴ്ചയാകുമ്പോഴേക്കും ലോകം വീണ്ടും തെറ്റിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും അവരിൽ നിന്ന് നീതിമാന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഇതിലൊരു പാറ്റേൺ കാണുന്നില്ലേ? ചരിത്രമെന്നത് പാപവും രക്ഷയും തമ്മിലുള്ള ഒരു തുടർചക്രമാണെന്നാണ് ഹാനോക്ക് പറയുന്നത്. ചരിത്രത്തിലെപ്പോഴും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ? അവർക്ക് വേണ്ടി ഹാനോക്ക് ചില കടുത്ത ശാപവാക്കുകൾ കരുതിവച്ചിട്ടുണ്ട്. നമുക്കവ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ശാപം ആർക്കാണെന്നറിയാമോ? ധനികർക്ക്. ധനികരെ, നിങ്ങൾക്ക് കഷ്ടം. എന്തിനാണെന്നോ? കാരണം അവർ അവരുടെ സമ്പത്തിൽ മാത്രം വിശ്വസിച്ചു, അത്യുന്നതനായവനെ ഓർത്തില്ല. ഇവിടെ കുറ്റം പണത്തിനല്ല, മറിച്ച് പണത്തിൽ മാത്രം ആശ്രയിച്ച് ശരിയായ വഴി മറന്നുപോകുന്നതിനാണ്. അടുത്തത് അധികാരമുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ്. ശക്തി ഉപയോഗിച്ച് നീതിമാന്മാരെ അടിച്ചമർത്തുന്ന ശക്തരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങളുടെ നാശത്തിന്റെ ദിവസം ഇതാ വരുന്നു. അധികാരം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള വളരെ ശക്തമായ ഒരു താക്കീതാണിത്. ഇനി നുണകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ഒരു ശാപമുണ്ട്. അവർക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല, മാത്രമല്ല അവരുടെ മരണം പെട്ടെന്നായിരിക്കും. വാക്കുകൾ കൊണ്ട് സത്യത്തെ വളച്ചൊടിക്കുന്നതിന്റെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന്റെയും അപകടം എത്ര വലുതാണെന്നാലോചിച്ചു നോക്കൂ.
അപ്പോ ആർക്കൊക്കെയാണ് ഈ ശാപങ്ങൾ? ലിസ്റ്റ് കുറച്ച് വലുതാണ്. പാപം കൊണ്ട് വീട് പണിയുന്നവർ, അന്യായമായി പണം സമ്പാദിക്കുന്നവർ, സത്യത്തെ വളച്ചൊടിക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, ചുരുക്കി പറഞ്ഞാൽ അനീതിയിൽ കെട്ടിപ്പൊക്കിയ ഒരു സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഹാനോക്ക് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എത്തുന്നത് ഈ പ്രവചനത്തിന്റെ ക്ലൈമാക്സിലേക്കാണ്. എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? ആ അവസാന ദിവസത്തെക്കുറിച്ച്, ന്യായവിധി ദിനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ രണ്ട് വഴികൾ, നീതിയുടെയും അനീതിയുടെയും, ഇതിന്റെയൊക്കെ അവസാനം എന്താണ്? ഓരോരുത്തരുടെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും? തെറ്റായ വഴി തിരഞ്ഞെടുത്തവർക്ക് അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത പണമോ പദവിയോ ഒന്നും അവരെ രക്ഷിക്കാൻ പോകുന്നില്ല. അവരുടെ ആത്മാക്കൾ തീയുടെ ചൂളയിലേക്ക് എറിയപ്പെടും. ജീവിതകാലത്ത് നേടിയതൊന്നും അവരെ ആ അവസാന വിധിയിൽ നിന്ന് രക്ഷിക്കില്ല. എന്നാൽ ശരിയായ വഴി തിരഞ്ഞെടുത്തവരുടെ കാര്യമോ? അത് നേരെ തിരിച്ചാണ്. ഒരു വലിയ പ്രകാശം അവരെ വലയം ചെയ്യും. അവർ സ്വർഗത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങും. എന്നേക്കുമായി ബഹുമാനത്തിന്റെ സിംഹാസനങ്ങളിലിരിക്കും. ഇതിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ചിത്രം ഇതാണ്. പാപികൾ ഉറക്കെ നിലവിളിക്കും. അവർ നീതിമാന്മാർ ശോഭയോടെ നിൽക്കുന്നത് കാണും. ഭൂമിയിലെ അധികാരഘടന മുഴുവൻ തലകീഴായി മറിയുന്ന നിമിഷമാണിത്. അടിച്ചമർത്തിയവർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവർ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടും. അപ്പോ ഹാനോക്കിന്റെ പുസ്തകം മുന്നോട്ടു വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പുകളുടെയും അതിന്റെ പ്രത്യാഘാതങ്ങളുടെയും ഒരു ശക്തമായ ചിത്രാണ്. അവസാനം നീതി ജയിക്കുമെന്നും ഓരോ പ്രവൃത്തിക്കും കണക്ക് പറയേണ്ടി വരുമെന്നും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ചോദ്യം ഇതാണ്: ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ആശയം, അതായത് അഴിമതിക്കാർ വീഴുകയും വിശ്വസ്തർക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന ഈ സങ്കല്പം, നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഇതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ?